പറഞ്ഞത് ശരിയാണ്. ആ ലാസ്റ്റ് ബെഞ്ചിലേക്ക് ഞാൻ നോക്കാറില്ല. കാരണം കുറച്ച് കുരുത്തക്കുള്ളിൽ ഉണ്ടാവുമല്ലോ, അതിന് പെട്ടാണ് ഞാൻ ബിജുവിനെ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. പഠിക്കണ എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറാണെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എല്ലാ പണിക്കാരും വേണ്ടേ. മഹാബലിയുടെ യഥാർത്ഥ പേര് ഞാൻ പറഞ്ഞുതരാം. ബിജുക്കുട്ടൻ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കുന്നത് PSC ടെസ്റ്റാണ്. മലയാളികളെ ഓണത്തിനെ കുറിച്ച് ഞങ്ങള് വേറെ ജോലിക്ക് അത് തന്നെ. ഹോട്ടലിൽ വന്നിട്ട് പഞ്ചസാര എടുത്ത് കഴിക്കുന്നതിന് വരെ ഉപ്പെടുത്ത് കഴിച്ചു. ഉപ്പ് കഴിച്ചോണ്ട് ഉപ്പാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. നമ്മള് ശരിക്കും വയസ്സന്മാരായിട്ട് അല്ലേ മക്കള് ശരിക്കും പറഞ്ഞ വയസ്സന്മാരായിട്ട് അങ്ങോട്ട് ചിക്കു അങ്ങനെ ഇത്രയും നേരം അങ്ങനെ ഉണ്ടാ. ഒരുപാട് വിജു ഒക്കെ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ട് വന്ന ഒരുപാടായത്. ഞാൻ അടിച്ചാലോ തന്നെ. ഞാൻ നോക്കുമ്പോ ഡ്രൈവറെയാണ് ഞാൻ വിചാരിക്കണേ. ഇത് ഹിന്ദി നടനാന്ന് അവനെ മാറ്റേണ്ട സമയം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാല് അവനോടൊന്നും അടങ്ങാൻ പറഞ്ഞിട്ട് അടങ്ങണില്ല അവൻ. ആ കിട്ടിയല്ലോ പണി. ഇതാണ് അഭിനയിക്കടാ, അഭിനയിച്ചാലേ ആൾക്കാരെ അറിയുള്ളൂ. നീ എഴുതിന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന്. ഹായ്, ഹലോ, നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് കൗമുദി TVയുടെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ 2 താര കുടുംബങ്ങളാണ് ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ധർമ്മൻ ചേട്ടൻ ആൻഡ് ഫാമിലി. വിചേട്ടൻ ആൻഡ് ഫാമിലി, വെൽക്കം ടു ദി ഷോ. എല്ലാരും നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഓണായതുകൊണ്ടായിരിക്കും അല്ലേ? പക്ഷെ ഓണ ഫെസ്റ്റിവൽ വരുമ്പോ തന്നെ ഭയങ്കര രസമായിരിക്കും. നമ്മൾ ഔട്ട്ഫിറ്റിലായാലും ചെലവുണ്ട്. കാരണം നിങ്ങൾ ഇന്റർവ്യൂ വിളിക്കുമ്പോ ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ. പിന്നെ കുറച്ച് കാശ് ചെലവുണ്ട്. അവനും ചെലവുണ്ട്, എനിക്കും ചെലവുണ്ട്. പക്ഷെ എന്തായാലും ചെലവാക്കി നമുക്ക് കാണാനുണ്ട്. തുടക്കത്തില് തന്നെ ക്യാഷിന്റെ കാര്യമാണ് പറഞ്ഞത്. ക്യാഷ് ആണല്ലോ മുഖ്യതൊക്കെ. ഇപ്പോഴേ നിങ്ങള് ഓണം നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ സെറ്റിൽ ഈ കോമഡി ഷോ ചെയ്യുമ്പം സ്റ്റേജ് പ്രോഗ്രാംസ് ഇത് ഓണം ആഘോഷിച്ചിട്ടുണ്ട്, സെറ്റിൽ ആഘോഷിച്ചിട്ടുണ്ട്. രണ്ടുപേരോടും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഓണം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഓണം എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ്. എല്ലാ മരണങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഓണം ഒന്ന് മാറ്റി വെക്കുന്നത്. പക്ഷെ എന്നാലും ഈ ഓണം ഇതുവരെ ഇങ്ങനെ മാറ്റി വെക്കേണ്ട സന്ദർഭം എനിക്കുണ്ടായിട്ടില്ല. ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഇല്ലാത്തൊരു വർഷം കഴിഞ്ഞുപോയി. കഴിഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല. ഓണം മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. ഓണം എപ്പോഴും ആഘോഷിക്കുന്ന ഉത്സവം തന്നെയാണ്. അല്ല, ഞങ്ങള് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഓണം എപ്പോഴും ആഘോഷം തന്നെയാണ്. കാരണം നമ്മൾ ആഘോഷം അത് ആഘോഷിക്കപ്പെടാനായിട്ട് കുറെ ആളുകൾ നമ്മളെ കാത്തിരിക്കുമല്ലോ. അവിടെ ചെന്നാലും നമുക്ക് ആഘോഷമുണ്ട്, അവരെ സന്തോഷിപ്പിക്കണ്ടേ. അപ്പൊ കലാകാരന്മാർക്ക് എപ്പോഴും ഓണം, വിഷു, ക്രിസ്തുമസ്, അതുപോലെ തന്നെ എന്താണ് ന്യൂ ഇയർ ഒക്കെ വരുമ്പോ ആഘോഷം തന്നെയാണത്. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കഴിഞ്ഞ കൊറോണ വന്ന്, അതുപോലെ തന്നെ ഫ്ലഡ് വന്നു. നമുക്ക് ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇത്തിരി കലാകാരന്മാർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ തന്നെ, ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ്. അപ്പൊ അത് ഓണം അങ്ങനെ എപ്പോഴും ഒരു ഒരു ഫീലിങ്സിന്റെ സംഭവം വരുത്താറില്ല. സന്തോഷം തന്നെയാണ് എപ്പോഴും. ഇനി നിങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കട്ടെ, ഇവര് നല്ല തിരക്കുള്ള ആളുകളല്ലേ? എന്തിന് എവിടെ എന്ത് തിരക്കുണ്ടായിട്ട്? പിന്നെ ഒരു ചായ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് തരുള്ളൂ. എപ്പോഴും വീട്ടിൽ കിട്ടാത്ത ആൾക്കാർ ആണല്ലോ രണ്ടുപേരും. ജോലി തിരക്കായിട്ടൊക്കെ ബിസി ആയിരിക്കും. പക്ഷെ ഓണം എന്ന് വരുമ്പോ എപ്പോഴും വീട്ടില് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ ഈ രണ്ടുപേരും? അല്ല, ഓണത്തിന് വരെ നിറഞ്ഞ ഉണ്ടാവും വീട്ടില്. ഷൂട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് വീട്ടിൽ തന്നെയാണ്. ഞാൻ പോവില്ല. തിരുവോണത്തിന് എത്ര ലക്ഷം രൂപ കിട്ടിയാലും ഞാൻ പോവില്ല. അല്ല, ധർമ്മജന അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഷൂട്ടിങ്ങിനിടയിലും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു. അല്ല, ഞാനായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ ആണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഭക്ഷണം, ഓണത്തിനല്ല എപ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണ്. നമ്മൾ വീട്ടിനോട് ചേർന്ന് നിന്നിട്ട് എപ്പോഴും വീട്ടിൽ പോവുക, ഭക്ഷണം കഴിക്കുക. വീട്ടിൽ ഭക്ഷണം ആകുമ്പോൾ
നമുക്ക് ആവശ്യത്തിന് കഴിക്കാം, ആരെയും നോക്കണ്ട. ഹോട്ടലിൽ കയറുമ്പോൾ അവരെ നോക്കണം, നമ്മൾ സ്റ്റാർ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പതുക്കെ തന്നെ മറ്റത് കുടച്ചടിക്കുക. അല്ല അങ്ങനെ ഒരു ഇതുണ്ടോ? മീൻസ് ഏതെങ്കിലും ഇവിടെ ഹോട്ടലിലൊക്കെ പോകുമ്പോ നമ്മളൊരു നടനാണ്, ആളുകൾ നോക്കുന്നുണ്ട്, അപ്പൊ കുറച്ച് ഡീസന്റ് എന്റെ അടുത്ത് നടക്കുമല്ലോ ഒന്നും. ഞാൻ ഭക്ഷണം കഴിക്കും, നമ്മ വിശപ്പിനാണ് ഭക്ഷണം കഴിക്കാനായിട്ട് കയറുന്നത്. ഞാൻ അങ്ങനെ ആരെയും നോക്കാറൊന്നുമില്ല. അപ്പൊ അവര് തന്നെ കാണിച്ചു പോകും. നമുക്ക് നാണൊന്നുമില്ല, നമ്മ ഭക്ഷണം കഴിക്കാൻ വിശപ്പിനല്ലേ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ നിൽക്കരുത്. ചിലവരൊക്കെ ഉണ്ട് ഇങ്ങനെ നിന്ന് കഴിക്കുന്ന 2 പറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് അത് അവിടെ നിന്ന് മറ്റോ പോയില്ലെങ്കിലോ അവിടെ തന്നെ ഇങ്ങനെ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും. ഈ ഓണത്തിന് എങ്ങനെയാ ഇപ്പൊ വീട്ടിൽ ഇപ്പൊ രാവിലെ മുതൽ നമ്മൾ പരിപാടി തുടങ്ങല്ലോ, ഇപ്പൊ നമ്മളെ നോർമൽ ആളുകളെക്കാളും ഈ സെലിബ്രിറ്റീസിന്റെ ഓണ ലൈഫ് എങ്ങനെയായിരിക്കും അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ശരിക്കും നിങ്ങളുടെ സെലിബ്രിറ്റീസിന്റെ ഓണം കുറച്ച് ഡിഫറെന്റ് ആണോ? എങ്ങനെയാ? ഞങ്ങളങ്ങനെ സെലിബ്രിറ്റീസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മമ്മൂക്കനോടൊക്കെ ചോദിക്കേണ്ടതാണ്. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ലൈഫില് ആദ്യമായിട്ട് നേരിട്ട് കണ്ട സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ വിളിച്ചേറാ. അത് ഞാൻ കൊച്ചായിരുന്നു, എറണാകുളത്ത് വന്ന സമയത്ത്. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അത്ര വയസ്സൊന്നുമില്ല, പക്ഷെ അന്ന് ഈ കാറിൽ നിറച്ച ആളുകളാ ബിച്ചേട്ടന്റെ ചുറ്റും. അപ്പൊ എനിക്ക് ആരാ ഗസ്റ്റ് എന്ന് കാണാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോ ഡ്രൈവറെയാണ് ഞാൻ വിചാരിക്കണേ, ഏതോ ഹിന്ദി നടനാന്ന്. അവനെ മാറ്റേണ്ട സമയം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാല്. കാരണം അതല്ല, നമ്മളിപ്പോ എന്തായാലും നല്ല ഹൈറ്റും വെയിറ്റും നല്ല മുടിയൊക്കെ ഉണ്ട്, സ്ട്രൈറ്റ് ഒക്കെ ചെയ്തിട്ട് അവനിങ്ങനെ സ്പെക്സ് ഒക്കെ വെച്ചിരിക്കുള്ളൂ അവൻ. അപ്പൊ അവനെ എടുത്തിട്ട് പോകും ആൾക്കാര്. ഞാൻ പിന്നെ ഞാനാണെന്നും പറഞ്ഞിട്ടൊക്കെ ചെല്ലണ്ടത്. നേരത്തൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അവനെ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അവനോടൊന്നും അടങ്ങാൻ പറഞ്ഞിട്ട് അടങ്ങണമില്ല അവൻ. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ ആ മിമിക്രിക്കാരുടെ ഇടയിൽ ഭയങ്കര അഭിമാനമായിട്ടുള്ളൊരു താരമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ മിമിക്രി കളിച്ച് നടക്കുന്ന ടൈമിന് ഒരു സുപ്രഭാതത്തില് മമ്മൂക്ക ജോഷി സാറിന്റെ പടത്തില് മമ്മൂക്കയുടെ ഒപ്പമുള്ളൊരു ക്യാരക്ടർ ബിജു ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. ഭയങ്കര ഇതായിട്ട് മിമിക്രിക്കാരുടെ ഇടയിൽ ഭയങ്കര സംസാര വിഷയമായി. കാരണം ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു താരം ഞങ്ങളുടെ വരുവാണ് മമ്മൂക്കയുടെ ഇടയിലോട്ട്. സാധാരണ ഞങ്ങളെപ്പോലെ തന്നെ ഒരു മിമിക്രിക്കാരനാണല്ലോ. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഈ മമ്മൂക്ക ജോഷി സാർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഇവൻ പോകുന്നത്. അത് ഞങ്ങളെ ഭയങ്കര എല്ലാവരും. എന്നാൽ ഇവൻ്റെ കൂടെ ടിനി ടോം ഉണ്ട്, ഗുണ്ടപ്പക്രമുണ്ട്, അങ്ങനെ കുറേ താരങ്ങളുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത സൗഭാഗ്യമാണ് ബിജു നേടിയെടുത്തത്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ മോഹൻലാലിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു. അപ്പം ഞങ്ങളൊക്കെ ഭയങ്കര ഇതായിപ്പോയി. പിന്നീട് ഞങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കുറേ പേര് മിമിക്രി എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഏറ്റവും വലിയൊരു താരോദയം ബിജുവാണ്. അല്ല, അത് നമുക്ക് കിട്ടിയ ഇപ്പം പറഞ്ഞുകൂട്ടി ഞങ്ങളൊക്കെ ഞെട്ടിന്ന് പറയണ കൂട്ട് അതിലും വലുതായിട്ടാണ് ഞാൻ ഞെട്ടിയിരിക്കണമെന്നായിരുന്നു. വലിയ ഞെട്ടാണ് ഞാൻ ഞെട്ടിയത്. അതൊരു സന്തോഷം, അതൊരു ഭാഗ്യമാണത്. നമ്മളൊരു കഴിവ് കൊണ്ട് മാത്രമല്ല, ഇതിനെ കലാപരമായിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ കഴിവ് മാത്രം പോരാ, കുറച്ച് ഭാഗ്യം കൂടി വേണം. എന്നേലൊക്കെ ഇഷ്ടംമാരെ കഴിവുള്ള കലാകാരന്മാരും മിമിക്രി കലാകാരന്മാരും ഇപ്പോഴും സ്റ്റേജ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊക്കെ. അപ്പൊ അതങ്ങനെ കിട്ടുന്ന ഒരു തലവര എന്നൊക്കെ പറയൂലേ, അല്ലെങ്കിൽ ഒരു ഭാഗ്യം എന്ന് പറയൂലേ. അല്ല, മമ്മൂക്ക ഭയങ്കരമായിട്ട് മിമിക്രി കലാകാരന്മാരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ഇവനെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചതാണ്. ഇപ്പൊ നമ്മുടെ പാരന്റ്സ്, ഇപ്പൊ എന്റെ ഒക്കെ വീട്ടില് അച്ഛനമ്മയൊക്കെ പറയും, നിങ്ങളിപ്പോ ആഘോഷിക്കുന്ന ഓണം ഒന്നല്ല, ഞങ്ങളുടെ പണ്ടത്തെ ഓണാണ് സൂപ്പർ, അതൊക്കെയാണ് ഓണം എന്നൊക്കെ പറഞ്ഞ കഥകൾ പറയും. എങ്ങനെ അച്ഛനും അമ്മയും അത്തരത്തിലുള്ള കഥകൾ പറയാറുണ്ടോ നിങ്ങളുടെ? നമ്മള് ശരിക്കും വയസ്സന്മാരായിട്ട് അല്ലേ, മക്കള് പറഞ്ഞ വയസ്സന്മാരായിട്ട് അങ്ങോട്ട് ചിക്കു അങ്ങനെ ഇത്രയും നേരം അങ്ങനെയാണ്. എങ്ങനെയാണ് പഴയ കാലത്തെ കുറിച്ച് എന്നാലും നമ്മളെന്താണ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് വടിയെ കുത്തിപ്പിടിച്ച് ചെയറിൽ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാക്കണ കൂട്ടാണ് ചോദിക്കണത്. പറഞ്ഞോ, എല്ലാരെ കൊണ്ട് ഇന്ന് സംസാരിപ്പിക്കുന്നു പറഞ്ഞിട്ടാ വന്നത്. അങ്ങനെ പറയാറുണ്ടോ അച്ഛൻ? പറയാറുണ്ട്. എന്തൊക്കെ കഥകളാ പറയാ പണ്ടത്തെ ഓണക്കഥകളൊക്കെ? പുത്തിരി കൊടുക്കും, അങ്ങനെ ഓരോന്ന്. ഇന്ന് നിറപുത്തിരി, നിറപുത്തിരിയുടെ ദിവസമാണ് ചിങ്ങ1 അല്ലേ? അതെ. ഇന്ന് നിറപുത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ആ നിറപുത്തിരി മേടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചു. ഓണത്തിന് ഞങ്ങളെല്ലാം എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന എല്ലാ ചിട്ടയായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴും ചെയ്യാറുണ്ട്. ഓക്കെ, അച്ഛൻ ഓണത്തിന് ഇപ്പം എന്തെങ്കിലും പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഇപ്പം മിസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ കുട്ടിക്കാലത്ത് മിസ് ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം പിള്ളേര് ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് മിസ് ചെയ്യാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് മിസ് ചെയ്യാനായിട്ട് അവർക്കൊന്നുമില്ല. അറിയില്ല. ഓക്കെ, പാറക്കുട്ടി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഹോട്ടലിൽ വന്നിട്ട്
പഞ്ചസാര എടുത്ത് കഴിക്കണതിന് വരെ ഉപ്പെടുത്ത് കഴിച്ചു. എല്ലാരും അറിഞ്ഞു അല്ല പറഞ്ഞു. ഉപ്പ് ഇഷ്ടമാണല്ല, പഞ്ചസാരയിൽ കൂടുതൽ ഉപ്പ് ഇഷ്ടമാണ്. ഉപ്പാണ്. സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ? ഉപ്പ് ഉപ്പ് തന്നെയാണോ? ഞങ്ങൾക്ക് നീ ഉപ്പ് കഴിച്ചോണ്ട് ഉപ്പാണ് ഇഷ്ടം പറഞ്ഞു. പിടിക്കുക. എനിക്ക് പായസം, പിന്നെ ഉപ്പ് ഉപ്പ്. ഉപ്പ് വിട്ടിട്ടില്ല രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. വേണ്ടിട്ടേ. ലച്ചു പറ, എങ്ങനെയാ അച്ഛൻ പണ്ട് ഈ ഓണവിശേഷങ്ങൾ പറയാറുണ്ടോ? മീൻസ് അങ്ങനെയാണ് ഇങ്ങനെ കഥകളൊക്കെ പറയാറുണ്ടോ? ആ, ഓണത്തിനെ കുറിച്ച് പറയാറുണ്ട്, കൊറേ കാര്യങ്ങൾ പറയാറുണ്ട്. എങ്ങനെ ഈ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ അടുക്കളയിൽ കയറി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണോ ഭാര്യമാര്? കുറച്ചൊക്കെ. അതില് ധർമ്മജൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. ധർമ്മജൻ നന്നായിട്ട് ചെയ്യും. മണിച്ചേട്ടൻ ധർമ്മജനൊക്കെ ലൊക്കേഷനിലൊക്കെ നല്ല കുക്കിംഗ്. എനിക്ക് ഞാൻ സഹായിച്ച കൊടുക്കാൻ, അരിഞ്ഞൊക്കെ കൊടുക്കാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാൻ അറിയാം. പക്ഷെ നന്നായിട്ട് പാകം ചെയ്ത് നല്ല ടേസ്റ്റില് നമുക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ കൊള്ളാം എന്ന് പറയും. അതുപോലെ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ 3 ആൺമക്കളാണ്. അപ്പൊ ഞങ്ങൾ ഓരോരോ സാധനങ്ങളും ഞങ്ങൾ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ പരിപാടി അകലേന്ന് വെള്ളം കൊണ്ടുവരലാണ്. എന്ന് വെച്ചാൽ 2 കുടത്തില് അപ്പുറത്തെ കുറെ പോണം. എനിക്ക് ഒരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ അത്രയൊക്കെ വരും. 1 കിലോമീറ്റർ അല്ല, ഒരു 1/2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. ഒരു 500 മീറ്ററിന്റെ ഒക്കെ വ്യത്യാസത്തിലാണ് ഞാനാണ് വെള്ളം കൊണ്ടുവരുന്ന ആള്. കാരണം മൂത്താണല്ലോ, കുറച്ചും കൂടി ഹാർഡ് വർക്ക് അതാണല്ലോ. മറ്റേ ഒരു ഊതുക, അരിയൊക്കെ ഇടുക, നമുക്ക് പാടില്ലെങ്കിലാണ്. അപ്പൊ അതുകൊണ്ട് കുക്കിങ്ങിന്റെ പരിപാടി എനിക്ക് അറിയാൻ പാടില്ല. വെള്ളം കോരാണെങ്കിൽ ഞാൻ കോരും. ഇവിടെ അത്യാവശ്യം നല്ലതായിട്ട് കുക്ക് ചെയ്യും. ഒരുപാട് പേർക്ക് സദ്യ വിളമ്പിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സിനിമാ നടന്മാർക്കും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കും ബിജുവായിട്ടുള്ള ബന്ധത്തിനെക്കാട്ടിയും വളരെ മുമ്പുള്ള ബന്ധമാണ് അവൻ്റെ വൈഫായിട്ട്. ഞങ്ങള് കുടുംബ സുഹൃത്തുക്കളാണ്. അവളുടെ അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദമായിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളായിട്ട് ഭയങ്കര ബന്ധമാണ്. ഇവനവിടെ നിന്ന് കെട്ടുക, ഒരു സിനിമാടൻ വന്ന് ഒരു പെണ്ണ് കല്യാണം നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടൊരു സിനിമാ താരം. സിനിമയല്ല, മിമിക്രിയാണ്. അല്ല, ഞാൻ പറയണത് ഞാനായ 1-2 ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇവനന്ന് വളരെ പേരെടുത്ത് സരികലല്ലേടാ, രസിക എന്ന് പറഞ്ഞ ട്രൂപ്പില് വളരെ ലീഡിങ് ആർട്ടിസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിജുവിനെ കാണുന്നത് സലിം കുമാറിന്റെ ട്രൂപ്പിലാണ്. ഞാൻ എൻ്റെ ഒരു ആശാനുണ്ട്, തോമസ് തമ്പുൾക്കുട്ടി, പുള്ളിയുടെ കൂടെ ധർമ്മജൻ അതിനകത്ത് സ്കിറ്റുകൾ എഴുതുക എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് ധർമ്മജന്റെ. അവൻ അതാണ് മെയിൻ കോൺസെൻട്രേഷൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ഒരു പാടില്ലേ, ഈ ഒരു പാട് വിജു ഒക്കെ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ട് വന്ന ഒരു പാടായത്. ഞാൻ അടിച്ചാലോ അവൻ തന്നെ. അല്ല, അവന് എന്റെ വല്യമ്മച്ചിയുടെ മോന്റെ ഒരു ഇതുണ്ടായിരുന്നു പരിപാടി. കല്യാണത്തിന്റെ മുമ്പുള്ള നിശ്ചയത്തിന് പോകാൻ വേണ്ടി. അപ്പൊ ഇവൻ പറഞ്ഞു പോണ്ടാ, നീ പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു രാത്രി പോണ്ടെന്ന് പറഞ്ഞത്. രാത്രി ബൈക്ക് ഓടിച്ച് പോണു. അപ്പൊ ഈ രാത്രി ബൈക്ക് ഓടിച്ച് പോകണ്ട, കുറച്ചു നേരം കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോ പോയാൽ പറഞ്ഞു. അപ്പൊ അപ്പം തന്നെ പോയിട്ടില്ല. ഞാനത് സലിംകുമാർ ഉൾപ്പെടെ ഇവനുൾപ്പെടെ എല്ലാരും പറഞ്ഞു. ഞാൻ എടവനക്കാട് വഴി വരുമ്പോ 2 ഹമ്പുണ്ട്. ഹമ്പ് ഒരെണ്ണം ഞാൻ മര്യാദക്കെടുത്ത് ഇങ്ങനെയൊക്കെ പോയി. 2ാമത്തെ ഹമ്പ് ഞാൻ വളരെ ശ്രദ്ധിച്ചെടുത്തതാണ്. എനിക്ക് കൈയും കാലും ഒത്തുമില്ലോ. എനിക്ക് ഈ പൊക്കുറൊക്കെ കൊണ്ട് വീണ് പാടി പൊട്ടി, ചോരയൊക്കെ ഒലിപ്പിച്ച് സ്റ്റിച്ചൊന്നും ഇട്ടില്ല. അത് ആ പാട് ഇങ്ങനെ കിടക്കും. ഞാനത് ആലോചിക്കുമ്പോൾ വിജുക്കുട്ടനെയും സലിംകുമാറിനെ ആലോചിക്കും. ഈ താടി ഇങ്ങനെ ഷേവ് ചെയ്യുമ്പോഴൊക്കെ ആലോചിക്കും. അങ്ങനെയെങ്കിലും ഓർക്കാറുണ്ട്. അന്ന് ഇവിടെ ഇങ്ങനെ ഈ പല്ലിന്റെ ഗ്യാപ്പ് പല്ലിന് ചെറിയ ഗ്യാപ്പ് വന്നതിൽ ഭാഗ്യം വരും എന്ന് പറയും. പിന്നെ ഇരട്ടത്താടി വരുമ്പോ ഒരു ഭാഗ്യം വരും. അന്ന് തുടങ്ങിയിട്ടാണ് ഭാഗ്യം വന്ന് തുടങ്ങിയത്. ആ ഭാഗ്യം കൊണ്ടുവരാൻ കാരണക്കാരൊക്കെ. ഇപ്പൊ ഓണല്ലേ, ഇപ്പൊ എനിക്ക് നിങ്ങളൊന്ന് ആക്റ്റീവ് ആക്കണം. ഞാൻ ആദ്യം ഒരു റൗണ്ട് തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഓണാകുമ്പം ഓണം റിലേറ്റഡ് ആയിട്ട് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മള് 2 പേർക്ക് എന്തായാലും അറിയായിരിക്കും. പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ 2 ടീമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ടീമായിട്ട് തന്നെ മത്സരം തുടങ്ങാം. നമ്മളിപ്പോ ഒറ്റ ടീമാ, പക്ഷെ ഇതിൽ എനിക്ക് ടീം വേണം. ഓക്കെ, റെഡി? ഓക്കെ, ആദ്യത്തെ ചോദ്യം പറു. സെറ്റ് അല്ലേ? ഫുൾ റെഡിയാണ് കേട്ടോ. അവളെ ആൻസർ ഒക്കെ പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, നിങ്ങളോടാണ് ആദ്യ ചോദ്യം. അല്ലെങ്കിൽ 2 പേരോട് ചോദിക്കാം, ആർക്കാണ് ആൻസർ കഴിഞ്ഞു. കഥകളിയുടെ ജന്മദേശം? പാലക്കാടാണ്.
നോ. കഥകളി കഥകളി കഥകളിയുടെ ജന്മദേശം ആ, കിട്ടോ? ചിലപ്പോ കിട്ടിയാലോ. കറക്കി കുത്ത്. എന്തെങ്കിലും പറഞ്ഞോ? ആ ചിലപ്പോ ശരിയായിക്കോടി നീ പറയണത്. കലാമണ്ഡലം കലാമണ്ഡലത്തിൽ പഠിപ്പിക്കണാണ് എങ്കിലും കഥകളിയുടെ ജന്മദേശം എന്ന് പറയണത്. കഥകളി ജന്മദേശം എന്ന് വെച്ചാൽ കേരളം അല്ലേ? അതെ. അതെ കേരളം കേരളം. അതെ 1 point. ഓക്കെ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരൻ കുമ്പിളിൽ കിട്ടുന്നത് എന്താണ്? കഞ്ഞി. എല്ലാവർക്കറിയാം. കഞ്ഞി. ഓക്കെ റെഡി. അടുത്തത് വള്ളസദ്യക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ്? അമ്പലപ്പുഴയാണ്. ഓണസദ്യ അമ്പലപ്പുഴ. ആലപ്പുഴ. നീ പറയില്ല അവനോട്. ആലപ്പുഴ മാത്രമല്ല, ആലപ്പുഴയിലെ ഒരു സ്ഥലത്താണ് വള്ളസദ്യ ഉള്ളത്. അത് ആറന്മുളയാണ്. ഓക്കെ ഇനി ഇവിടെയാണ്. ആ, ഓക്കെ. അത്തം കറുത്താൽ വെളുക്കുന്നത് എന്ത്? ഓണം. ശരിയാവും. ഓണം കറുത്താൽ ഓണം ഓണം. ഓണം അത്തം കറുത്താൽ അല്ല, ക്വസ്റ്റ്യൻ ചോദിക്കണവര് പറഞ്ഞാ മതി. ഓക്കെ ഇനി ഇവിടെ ചോദിക്കാം. ഓക്കെ റെഡി? അറിയില്ലെങ്കിൽ പറയാം. സദ്യക്ക് വാഴയിലയിൽ അറ്റത്ത് മുകളിലായി വയ്ക്കുന്നത് എന്താണ്? അച്ചാറ്. Yes, പൊളി. എന്തായാലും ചോറ് കൊണ്ടുവന്നിട്ടില്ല അവിടെ. ഓക്കെ ഇനി അടുത്ത ചോദ്യം കേട്ടോ. എത്രാമത്തെ അവതാരമാണ് വാമനൻ? എന്താ സൈലന്റ് ആയിരിക്കണേ? ഇന്റർവ്യൂ സംസാരിക്കുന്നു പറഞ്ഞ ആളാ. അല്ല അല്ല 9th അല്ല. വാമനൻ. വാമനൻ. 10th അല്ല 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 8th പറയൂ ബാക്കി പറയാൻ നമ്മളോട് പറ. ഇഷ്ടം പോലെ ഉണ്ട്. എടീ, ഇപ്പൊ നീ കൊച്ചു പിള്ളേരോട് പറഞ്ഞു കൊടുക്കണ എല്ലാം നോണല്ലേ? പറഞ്ഞു കൊടുക്കണ എനിക്കൊന്നും അറിയാത്തതിന്റെ പേരിൽ ഞാൻ സത്യമാണെന്ന്. രണ്ടാമത്തെ അവതാരമല്ലേ വാമനൻ? അല്ല അല്ല. അല്ല. ഞാൻ ലാസ്റ്റ് പറയാം. മൂന്നാമത്തെ. അല്ല കറക്കിക്കുത്ത 1 5 5 ക്ലാസ്. ഓക്കെ റെഡി. ഇവള് രാമായണമൊക്കെ പറഞ്ഞു കൊടുക്കണ കേക്ക പിള്ളേർക്ക്. ആര്? വൈഫേ മനസ്സിലായി. ഒന്നും അറിയാൻ പാടില്ല, ചുമ്മാ പറഞ്ഞു കൊടുക്കണതൊക്കെ. ഓക്കെ മഹാബലിയുടെ യഥാർത്ഥ പേര്? വാമനൻ. അയ്യോ അല്ലേ? ആണോ? വാമനൻ. മഹാബലിയുടെ മഹാബലിയുടെ യഥാർത്ഥ പേര് വാമനൻ. ഇത്ര വലിയ കോമഡി വേറെ ഇല്ലേ നീ? മഹാബലിയുടെ യഥാർത്ഥ പേര്. നമ്മൾ എന്തിനാ ഓണം ആഘോഷിക്കുന്നത് അറിയോ? മാവി. അറിയോ എന്താ? മാവേലി വരാൻ. മാവി. മാവിയില് വരാനാണെന്ന് അനുജ് പറഞ്ഞു. സൂപ്പർ. ഓണാഘോഷിക്കും. എനിക്ക് അറിയില്ല. അറിയില്ല. എന്താ ഒന്നും കൂടി ക്വസ്റ്റ്യൻ. മഹാബലിയുടെ യഥാർത്ഥ യഥാർത്ഥ പേര് പേര് ഞാൻ പറഞ്ഞുതരാം. ഉണ്ടോ? ബിജുക്കുട്ടൻ. ഞാൻ പറഞ്ഞുതരാം. എന്താണ് മഹാബലിയുടെ മഹാബലി അവതാരം അല്ലേ? അല്ലേ? മഹാബലി അവതാരം. മഹാബലിക്ക് ഒരു യഥാർത്ഥ ചക്രവർത്തിയാണ്. പേരുണ്ട്. ചക്രവർത്തി. ചക്രവർത്തിയല്ല, അദ്ദേഹത്തിന് ഒരു പേരുണ്ട്. പറയട്ടെ? ഇന്ദ്രസേന. ഇന്ദ്രസേന. ഇന്ദ്രസേനൻ. ഓക്കെ ഒന്നും ഒരിക്കലും നമ്മൾ കൊണ്ട് പറയാൻ എനിക്ക് പറ്റില്ല. ഇന്ദ്രജിത്ത് വരെ വന്ന് പക്ഷെ അങ്ങോട്ട് ബാക്കി പോയില്ല. പറയാൻ പറ്റില്ല. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം? ഞാനൊരു കാര്യം ചോദിക്കുന്നത് PSC ടെസ്റ്റാണ്. മലയാളികൾ ഓണത്തിനെ കുറിച്ച് ഞങ്ങള് വേറെ ജോലിക്ക് അത് തന്നെ. എന്നാൽ ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് പോലും അറിയില്ലായിരിക്കും. നമ്മളൊന്ന് ഇട്ട് കൊടുക്കും. അതെ 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 സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളതിങ്ങനെ പറഞ്ഞു തരാം. നമ്മൾ കുറച്ചൊക്കെ അവരും കൂടി മനസ്സിലാക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് വിട്ടുകൊടുക്കണത്. അത് പറഞ്ഞു കൊടുത്തു. 1961. ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഓണപ്പൂവ് എന്നറിയപ്പെടുന്ന പൂവ്? തുമ്പപ്പൂ. അടിപൊളി അടിപൊളി. ഇനി അടുത്ത ഈസി ക്വസ്റ്റ്യൻ തരാം. ഓണമായി ബന്ധപ്പെട്ട നൃത്തരൂപം? തിരുവാതിര. ആ ഒറ്റക്ക് തിരുവാതിര കളിക്കുന്ന ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു. തിരുവാതിര കളിക്കില്ലേ? തിരുവാതിര കളിക്കുന്ന ഇവർക്കറിയോ? ഒറ്റ കളിക്കുമെന്നൊക്കെ പറഞ്ഞ ചേച്ചിയും കളിക്കും. ചേച്ചിയും കളിക്കും. എന്തായാലും നല്ലൊരു ഡാൻസർ ആണെന്ന് എനിക്കറിയാം. ചേട്ടൻ നല്ല കുട്ടി ഡാൻസർ കൂടി ഇല്ലേ? ബിജു എപ്പോഴും ഫേസ്ബുക്കിൽ റീൽസ് ചെയ്യുന്നത് അവളുടെ കൂടെയാ. പക്ഷെ ഈ പുതിയതായിട്ടൊരു ഡാൻസർ കൂടെ വരുന്നുണ്ടല്ലോ, നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അത് ഇന്ന് നമ്മൾ കാണും. അപ്പൊ പാട്ട് എന്താ പഠിപ്പിച്ചു? എന്താറിയാമോ, ഞാൻ ബിജുവിനെ പരിചയപ്പെടുന്ന കാലത്ത് ബിജു ഭയങ്കര ഡാൻസറാണ്.
ഇപ്പം തന്നെ പറഞ്ഞല്ലോ കല്യാണ വീട്ടിലൊക്കെ പോയി കളിക്കണം. അല്ലാതെ ഭയങ്കര ഡാൻസറായിരുന്നു. ഡിസ്കോ ബിജു എന്നൊക്കെ പറഞ്ഞ് തന്ന ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു അവന്. ഞാൻ തന്നെ വിമൽ പക്ഷേ അവന് അതായത് മോള് ഭയങ്കര ഡാൻസർ. ഞങ്ങള് ഈ ഫേസ്ബുക്കിൽ ഇവനെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുമല്ലോ, അത് ഞങ്ങൾ കാണുമ്പോൾ അവള് നല്ല ഉഗ്രനായിട്ട് ഡാൻസ് കളിക്കണം ഞങ്ങള് എപ്പോഴും കാണാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ 2 മക്കളെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വിട്ടു, വരാപ്പുഴയിൽ. അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു അരങ്ങേറ്റമൊക്കെ. അപ്പോൾ നമ്മളുടെ നിന്ന് ഒരുപാട് പൈസയൊക്കെ മേടിച്ച്, ഡ്രസ്സിന് വേറെ പൈസ, അത് വേറെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വളം കടിക്കുന്ന CD ഇട്ടിട്ട് ഇവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക. എനിക്കങ്ങാട് ഭയങ്കര ദേഷ്യമായി പോയി. കാരണം ഒരു പക്കമേളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പിള്ളേരെ അരങ്ങേറ്റം ലക്ഷക്കണക്കിന് രൂപ. ഇവര് 2 പേര് മാത്രമല്ലല്ലോ, വേറെ കുറെ പിള്ളേരും ഉണ്ട്. ഞാൻ പറഞ്ഞ് നിർത്തിക്കോന്ന് പറഞ്ഞു. അതിനെക്കാട്ടി നല്ല യൂട്യൂബിൽ നോക്കി ഇവളുമാരെ അതിനെക്കാട്ടി നല്ല ഡാൻസ് പഠിക്കും, ഞാൻ നിർത്തിക്കോന്ന് പറഞ്ഞു. ഇങ്ങനെ ആ ഡാൻസ് പഠിത്തം നിർത്തിച്ചു. അവര് ഡാൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നല്ല അധ്യാപകരുണ്ട്. അല്ല ഞാൻ പറയണതേ, ധർമ്മേന്റെ മക്കളിലൊക്കെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചതാണ് ഫിലിമല്ല 3 ഫിലിമിന് അഭിനയിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ കാണുന്നതൊക്കെ എന്നെ കൊണ്ട് കാണിച്ചതല്ലേ ഷോർട്ട് ഫിലിമൊക്കെ. നന്നായിട്ട് അഭിനയിക്കുന്ന പിള്ളേരാണ്. അപ്പൊ അവന്റെ കഴിവെന്ന് വെച്ചാൽ അഭിനയത്തിലാണ് അവർക്ക് കിട്ടിയത്. ബിജു അഭിനയിച്ച പോലെ ആദ്യമായിട്ട് അഭിനയിച്ചത് ജോഷ് സാറിന്റെ ഫിലിമിലാണ്, ഓറഞ്ച് മറിയാണ് അഭിനയിച്ചത്. അത് ഭയങ്കര, ഞാൻ പോലും ഒന്നും വരെ അഭിനയിച്ചിട്ടില്ല. എനിക്ക് പേടിയാണ്. ഞാൻ അങ്ങോട്ട് ഷൂട്ടിംഗ് സ്ഥലത്തേക്കേ പോയില്ല. ഇവളാ കൊണ്ടുപോയത്, ഞാൻ പോകില്ല. ജോഷ് സാറിന്റെ അടുത്തൊക്കെ എനിക്ക് പേടിയാണ്. എല്ലാം തെറ്റുപറ്റിപ്പോ പിന്നെ ധർമ്മേന്റെ മോളാന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയിക്കണത്. ശരിയാണ്. ജോഷ് സാർ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജോഷ് സാറ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് 2000 രൂപ ഒക്കെ കൊടുത്ത് അന്ന് കാലൊക്കെ തൊട്ട് വന്നിച്ചിട്ടൊക്കെ പോകുന്ന. പിന്നെ 2 സിനിമയിൽ കൂടി അഭിനയിച്ചു. ഒരു സിനിമയിൽ എൻ്റെ മോളായിട്ട് തന്നെ അഭിനയിച്ചു. അച്ഛനെ പോലെ അഭിനയാണോ? അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പൊ അവസരം വന്നപ്പോ എന്തായിരുന്നു ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ? അച്ഛൻ പറഞ്ഞ ചെയ്യുന്ന പറഞ്ഞ അപ്പൊ ഞാൻ പോയി ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളു. അങ്ങനെ വലിയ താല്പര്യം ഇയാളാണ് ആർട്ടിസ്റ്റ് ശരിക്കും പറഞ്ഞു. നന്നായിട്ട് ചിത്രം വരക്കുമെന്ന് കേട്ടു. വരക്കാന്ന് പറയുന്ന വലിയ കഴിവ് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. ആ ഏരിയയിലേക്ക് താല്പര്യം അല്ലേ? എന്നുവെച്ചാൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ? എനിക്ക് അല്ല, ഇവള് പണ്ട് തുടങ്ങി ഈ മൈലാഞ്ചി ആർട്ടിസ്റ്റാണ്. കൈ കിട്ടാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ പുള്ളിക്കാരി. കൈ ചോദിച്ച് നടക്കലാണ് പരിപാടി. ഇങ്ങനെ കൈ കിട്ടിയ കുഞ്ഞുനാൾ തുടങ്ങി. ഈ കളിപ്പാട്ടങ്ങൾ ഞാൻ ഇവർക്ക് 2 പേർക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല. ഇവർ കുപ്പിയും പാട്ടയും അങ്ങനെയൊക്കെ വെച്ചിട്ട് കളിച്ചിട്ടുള്ളത്. ഞാൻ കളിപ്പാട്ടം ഞാൻ മേടിച്ചു കൊടുത്തായിട്ടുള്ള എനിക്കൊരു അറിവില്ല. പാവ കൊടുത്താലോ അതൊന്നും വലിയ താല്പര്യമില്ല. ഇവർക്ക് മറ്റേ മൈലാഞ്ചി ഇടുന്ന സാധനം അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. കൈ കിട്ടുക, അങ്ങനെയൊക്കെയാ. എൻ്റെ കയ്യിൽ നിന്ന് മാഞ്ഞു പോയതാ. മൈലാഞ്ചി ഇടുക ഭയങ്കര. ചേട്ടൻ വരക്കോ നന്നായിട്ട്? ഞാൻ വരക്കൊന്നുമില്ല. ഇവള് അത്യാവശ്യം വരക്കും, അവളും വരക്കും. ധർമ്മേന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര. ഹാൻഡ് റൈറ്റിംഗ് ഞങ്ങളെല്ലാരും ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛൻ, ചേട്ടൻ, ഞാൻ, ഇവള്, 2 പിള്ളേരും. ധർമ്മന് എപ്പോഴും ഈ പേനയും പേപ്പറൊക്കെ കയ്യിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് എഴുത്താനുള്ള അവന്റെ മെയിൻ. ഇപ്പോഴാണ് സിനിമയിലോട്ട് അഭിനയിക്കാൻ ഇറങ്ങിയത്. ശരിക്കും ഉള്ള ഒരു കല എടുത്തിട്ടില്ല. ശരിക്കും എഴുത്തായിരുന്നു മേഖല. അല്ല, സ്ക്രിപ്റ്റ് റൈറ്റിംഗും പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻ ഭാഗത്തേക്കാണ് ഇവന്റെ ഞങ്ങള് ഒരു 3-4 കൊല്ലത്തോളം ഒരു തറവാട്ടില് ഒരുമിച്ച് സീരിയൽ ചെയ്ത ആൾക്കാരാ. ഞാനും ബിജുവും ജാഫർ ഇടുക്കി, മണിയമ്പിള്ള രാജു, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. രശ്നീകാൻ, ഷാജു കോടിയൻ, ഹരിശ്രീ മാർട്ടിൻ, അങ്ങനെ കുറേ നടികൾ, പൊന്നമ്മ ബാബു, കുളപ്പള്ളിയില. ഞങ്ങൾ 3-4 വർഷം ഉണ്ടായിരുന്നു ഒരു സീരിയലായിട്ട്. 8 സുന്ദരികൾ ഞാനെന്ന് പറഞ്ഞ സീരിയലിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത ഒരാളാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മള് ഞാൻ അഭിനയിക്കുന്നില്ല കേട്ടോ. പുറത്തൊക്കെ ഒന്ന് അറിഞ്ഞു തുടങ്ങിയത് ആ സീരിയൽ കൊണ്ടാണ്. ഞാൻ ജാഫറൊക്കെ ശരിക്കും പറഞ്ഞാല് അന്ന് രാവിലെ തന്നെ നമ്മള് ഒരു 5 ദിവസം 10 ദിവസമൊക്കെ നമ്മളോട് ഷെഡ്യൂൾ പറഞ്ഞ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ രാവിലെ തന്നെ ധർമ്മേൻ്റെ അടുത്ത് ചെല്ലും. ധർമ്മേൻ്റെ അടുത്ത് കൂടിപ്പറ്റിയൊക്കെ ഇരുന്ന് ഷർട്ട് നല്ലാണുള്ള വാച്ച് കൊള്ളാല്ല, ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാൽ നമ്മൾ പറയുന്നത്. ഇവനാണ് എഴുതണതേ. അപ്പൊ എനിക്ക് ഇന്നെന്തോ എത്ര സീനുണ്ട്, നിനക്കിന്ന് ഉച്ചക്കും പോവാടാ. അയ്യോ അങ്ങനെ വിടണ്ട, വൈകുന്നേരം വരെ നിർത്ത്. ഇവനെ സോപ്പിട്ടാലും വേണം
കാരണം മറ്റേ പുള്ളി ഒരു ത്രെഡ് കൊടുക്കുള്ളൂ, തോമസ് ചേട്ടനൊരു ത്രെഡ് കൊടുക്കുള്ളൂ, പിന്നെ അത് വിപുലീകരിച്ച് എഴുതുന്നത് ധർമ്മജനാണ്. അപ്പൊ അങ്ങനെ കുറെ നമുക്ക് ഞാനും ജാഫറൊക്കെ ചെല്ലുമ്പോ, പക്ഷെ അത് നമ്മൾ ചെയ്യും, എഴുതി കൊടുത്താൽ അങ്ങനെ ചെയ്തോളൂ എന്ന് അവനറിയാം. അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ചെന്ന് നന്നാ സോപ്പ് ഇടും. ശരിക്കും പറഞ്ഞാല് ഏറ്റവും അവസാനത്തെ ദിവസം വരെ സോപ്പിംഗ് ഉണ്ടായിരുന്നുള്ളതാണ്. അത് ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ. അത് ഒരു ഈഗോ ഇല്ലാത്ത കുറെ ആൾക്കാർ കൂടിച്ചേർന്നിട്ട് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ഞാനൊന്നും അഭിനയത്തിലേക്ക് വന്നിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഏതെങ്കിലും എപ്പിസോഡിലേക്ക് കയറി ചെറിയ വേഷം ചെയ്യുന്നല്ലാതെ അതൊന്ന് നിർബന്ധിച്ചിട്ടൊക്കെ ചെയ്യണമെന്ന് ധർമ്മജനിക്ക് അറിയാം, നന്നായിട്ട് അറിയാം. അങ്ങനെ അഭിനയത്തോട് വലിയ ഇതുണ്ടായിരുന്നില്ല. എന്നെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്ന് ഡയാന സിൽവസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സിനിമയിലെ ഡയറക്ടറാണ് എന്നെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നതും മുമ്പിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ അവരാണ്. അതിനു മുമ്പൊക്കെ ഇവരൊക്കെ അഭിനയിക്കണത്. ഞാൻ അങ്ങനെ അഭിനയിക്കാൻ നിൽക്കില്ലായിരുന്നു. ഞാൻ എഴുത്തായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഞാനൊരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കൂട്ടുകാരനെ കൊണ്ടുപോയിട്ട് നമ്മുടെ സീരിയലിൽ അഭിനയിപ്പിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ബൈക്കിന് 2 പിള്ളേർ വന്നിട്ട് പറഞ്ഞു, മറ്റേ 8 സുന്ദരികളിൽ അഭിനയിക്കണം, മറ്റേ പയ്യൻ്റെ വീട് ഏതാ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന കൂട്ടുകാർ കിട്ടിയല്ലോ പണി, ഇതാണ് അഭിനയിക്കടാ, അഭിനയിച്ചാലേ ആൾക്കാരെ അറിയുള്ളൂ, നീ എഴുതിയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന്. അങ്ങനെയാണ് ഞാൻ തിരിച്ചൊരു ഒരു അഭിനയത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോഴേക്കൊക്കെ ഇവര് വളർന്ന് വലുതായി പോയി. അല്ല, ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മള് ഞങ്ങൾക്ക് രണ്ടുപേരും കണ്ട ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ കൂടെയാണ്, തൊട്ട് അടുത്ത് അഭിനയിക്കുന്നത് മോഹൻലാലിന്റെ കൂടെയാണ്. അങ്ങനെ എല്ലാ നായകന്മാരുടെ കൂടെ അഭിനയിച്ചത്. ഞാനും പുറകെ എല്ലാ നായകന്മാരും ഇപ്പോഴത്തെ എല്ലാ നായകന്മാരെ കൂടെയും ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ഗായകന്മാരുടെ കൂടെയും പരിപാടിക്ക് പോയിട്ടുണ്ട്. കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും. അതൊക്കെ ഞങ്ങളുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഞങ്ങളുടെ ഒരു സ്ഥിതി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും വളർന്നേക്കണത് ദൈവം തന്നൊരു അല്ല, അത് ശരിയാണത്. നമ്മൾ പഠിച്ചത് വെച്ചത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നാളെ ഈ കഴിഞ്ഞ പ്രാവശ്യമില്ലേ മലയാളം പഠിപ്പിച്ച സാറ് എന്നെ കണ്ട്. അപ്പം എന്നോട് അപ്പോൾ വയസ്സായി പുള്ളി. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് സാറേ എന്നെ അറിയുമെന്ന് ചോദിച്ചു. പിജിക്കുട്ടനല്ലേ ഞാൻ അറിയുന്നു. അല്ല സാറേ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം. അപ്പം സാധാരണഗതിയിൽ സാർമാർ പറയുമല്ലോ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പം നമ്മളിങ്ങനെ നിൽക്കണതിൻ്റെ ഒരു ക്രെഡിറ്റും കൂടിയാണല്ലോ അവർക്ക്. അപ്പം എനിക്ക് മനസ്സിലായി, കാരണം എന്നെ അറിയാൻ പാടില്ലെന്നറിയാം. അപ്പം സാറ് പറയാണ് എനിക്കറിയാം. ഞാൻ പറഞ്ഞു എങ്ങനെ അറിയാം, ബാക്കി ബെഞ്ചിൽ ഏറ്റവും അറ്റത്താണ് ഞാൻ ഇരുന്നിട്ടുണ്ടേ. അങ്ങടെ ആ സാറ് ആ ഭാഗത്തേക്ക് നോക്കാറേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാറ് എന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു, ബിജു പറഞ്ഞത് ശരിയാണ്, ആ ലാസ്റ്റ് ബെഞ്ചിലേക്ക് ഞാൻ നോക്കാറില്ല. കാരണം കുറച്ച് കുരുത്തക്കുള്ളിൽ ഉണ്ടാവുമല്ലോ, അതിന് പെട്ടാണ് ഞാനും ആ ബെഞ്ചിലേക്ക് നോക്കാറില്ല. പക്ഷേ ബിജു എന്താണ് യൂത്ത് ഫെസ്റ്റിവലിന് ഒരു ചാക്യാർകൂത്ത് ചെയ്ത് എനിക്ക് സാറ് പഠിപ്പിച്ചതെന്നാണ് അവിടുത്തെ സാറ്, മറ്റേ മലയാളം അധ്യാപകൻ. ഇത് മലയാളം BE എടുക്കണത്, സെക്കൻഡ് എടുക്കണതാണ് ഈ സാറ്, ഉണ്ണി സാർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സാറ് പറയണത് അന്ന് ഒരു ചാക്യാർകൂത്ത് ചെയ്തില്ലായിരുന്നു. അപ്പം അന്ന് അതിൻ്റെ ബാക്കിൽ ഒരു മിഴാവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു ചെണ്ട പോലത്തെ ഇങ്ങനെ ഒരു കുടം പോലെ സാധനമാണ് മിഴാവ്. അപ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ കെട്ടിയിട്ടാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇൻസ്ട്രുമെൻ്റ് ആണത്. അത് വാങ്ങിക്കാൻ നമുക്ക് കിട്ടൂല. അത് പഴയ കാലത്ത് ചാക്യാർകൂത്ത് നടത്തിയത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാളയിലൊരു ഭാഗത്താണ് ഇതുള്ളത്. അവിടെയാണ് ചാക്യാർമാരൊക്കെ ഉള്ളത്, മാള ഭാഗത്ത്. അപ്പം അവിടെ നിന്ന് ഇത് വാങ്ങിക്കാനുള്ള സാങ്ഷൻ വാങ്ങിച്ചു തന്നത് ഞാനാണ്. അത് ബിജുവിന് അറിയാമോ? ആ സാങ്ഷൻ വെറുതെ ഒന്നും കിട്ടുമൊന്നുമില്ല. ഇയാൾ ഇത് എന്താ പറയണത്, ഭയങ്കര വലിയ 100 വർഷത്തിലേറെ പഴക്കമുള്ള സാധനമാണ്, തന്നൊന്നും വിടൂല. പുള്ളി ചെന്നിട്ട് വിളിച്ച് പുള്ളി പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, അവന് കളിക്കാനാണെന്നുള്ളത്. ഞാനാണത് വാങ്ങിച്ചു തന്നത്. അപ്പോൾ ശരിയാണത്. ഞാൻ അന്വേഷിച്ചപ്പോൾ പുള്ളിയാണത്, പുള്ളിയുടെ ഒരു ബന്ധത്തിൽ നിന്നാണ് ആ സാധനം കിട്ടിയത്. അപ്പം ഞാൻ അന്ന് ബിജുവിനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിൽ ബിജു കൂടി വന്നാൽ നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കമ്പൗണ്ടറാവും. അത്രയൊക്കെ ആവുള്ളൂ. പക്ഷെ ഇപ്പം ബിജു അതാണ്, ഒരു കമ്പൗണ്ടറിൻ്റെ നിലയിലാണ് ഇപ്പോൾ ബിജു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, അതാണ് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നത്. ഞാൻ ബിജുവിനെ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എല്ലാവരും ഈ പഠിക്കണ എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറാണോന്നും നിർബന്ധമൊന്നുമില്ല. എല്ലാ പണിക്കാരും വേണ്ടേ? സത്യം. എല്ലാവരും ഡോക്ടർമാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ വേറെ പണിക്കാർ അതൊന്നുമല്ല. ഓരോരുത്തരും ഒരു സ്കില്ലുണ്ടാവും, ആ സ്കില്ലിൽ വളർന്നു പോകും. അങ്ങനെയുള്ളൂ.